ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. സകലനിഗമഗീതാം ബ്രഹ്മവിദ്യാം വിശുദ്ധാം നിജഗുരുരമണേഷ്ടാം ശങ്കരാചാര്യകുഷ്ടാം ദദതി കരുണയായേ പ്രൗഢഗംഭീരവാച രമണചരണതീർത്ഥാൻ ദേശികാൻ താൻ നമാമഃ. സദാശിവസമുദ്ഭൂതാം ശുദ്ധജ്ഞാനൈകരൂപിണീം രമണാചാര്യസമ്പൂർണാം വന്ദേ ഗുരുപരമ്പരാം. കഴിഞ്ഞ ദിവസം ഗുരുഭക്തി തരംഗിണി ആദ്യത്തെ ആ ഭക്തി തരംഗത്തെ നമ്മൾ ആഴത്തിൽ വിചാരം ചെയ്തു. ഗുരു അന്ധകാരത്തിനെ ഇല്ലാതാക്കുന്നതാണ്. ആ ഗുരു വലിയൊരു പ്രകാശമാണ്. ആ പ്രകാശം തൻ്റെ ഹൃദയം തന്നെയാണ്. ഗുരു എന്ന് പറയണത് വേറെയല്ല. വേദമേ പറയണത് ആയിരക്കണക്കിന് സൂര്യപ്രകാശത്തെക്കാളും പ്രകാശവത്തായിട്ടുള്ള ഒരു ബോധസൂര്യൻ, അത് സർവത്തിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഹൃദയത്തിലിരിക്കണം എന്ന് വേദമേ പറയണു. തമേവ ഭാന്തം അനുഭാതി സർവം തസ്യ ഭാസാ സർവമിതം വിഭാതി. അതുകൊണ്ടാണ് സർവത്തിനും പ്രകാശം വരണത്. ആ പ്രകാശവത്തായ പൊരുളിനെ ആര് പുറമേ നിന്ന് കാണിച്ചു തരണോ അവനെയാണ് ദേശികൻ എന്ന് പറയണത്, ഗുരു എന്ന് പറയണത്. ആ പ്രകാശം വിൽ ഡിസപ്പിയർ ആൻഡ് വിൽ എൻറ്റർ ഇൻ ടു ദ ഹാർട്ട് സെന്റർ ആൻഡ് ഇറ്റ് ഷൈൻസ് ഫോർത്ത് ഇൻ അവർ ഹാർട്ട്. ദാറ്റ് ഈസ് ഗുരു തത്വ. ഗുരു വെളിയിൽ നിന്നും നമുക്ക് ആ പ്രകാശവത്തായ പൊരുളിനെ കാണിച്ചു തന്ന് ഉള്ളിൽ ആ ഹൃദയത്തിൽ തന്നെ ഇരുന്ന് പ്രകാശിക്കുന്നു. അതാണ് ആചാര്യൻ ഇവിടെ ആദ്യ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഭാതി ഹൃത്സ്ഥലേ എന്ന് വെച്ചാൽ ഗുരു, ഈശ്വരൻ എന്ന് പറയുന്നത് ഒക്കെ തൻ്റെ ഹൃദയമാണ്. ആ ഹൃദയത്തിൽ പ്രകാശവത്തായിട്ടിരിക്കണം. അത് വെറും പ്രകാശമാണോ എന്ന് വെച്ചാൽ ബോധ ഭാനുമാണ്, ഒരു ബോധ സൂര്യനാണ്. ഒരു കാലത്ത് അത് പ്രകാശിച്ചാൽ ഒരു കാലത്തും അസ്തമിക്കില്ല. ബാഹ്യസൂര്യനൊക്കെ അസ്തമിച്ചു പോകും. പക്ഷെ ഈ ജ്ഞാനസൂര്യൻ ഉണ്ടല്ലോ, അത് ഒരു കാലത്തും അസ്തമിക്കുകയില്ല. സർവത്തിനെയും പ്രകാശിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഇരുട്ടിനെ പ്രകാശിപ്പിക്കും, വെളിച്ചത്തിനെ പ്രകാശിപ്പിക്കും, സർവത്തിനെയും പ്രകാശിപ്പിക്കും. തമേവ ഭാന്തം അനുഭാതി സർവം. സർവവും പ്രകാശിക്കണത് അതിൻ്റെ കാരുണ്യം കൊണ്ടാണ്. അതിനെയാണ് നമ്മൾ ഈശ്വരൻ എന്ന് പറയണത്, ഗുരു എന്ന് പറയണത്, ആത്മാ എന്ന് പറയണത്. ഈശ്വരഃ ഗുരുഹു ആത്മേതി മൂർത്തിഭേദ വിഭാഗിനീൻ. അവിടെ മൂർത്തിഭേദമില്ല. മൂർത്തി എന്ന് പറഞ്ഞാൽ ഒരു രൂപം. ഏതെങ്കിലും ഒരു നാമം നമ്മൾ ആരോപിക്കണു, ആ നാമത്തിന് ഒരു രൂപം കാണും. ഈ നാമരൂപങ്ങളൊക്കെ പോയി. മൂർത്തിഭേദ വിഭാഗിനേൻ വ്യോമവത് വ്യാപ്തദേഹായ, ആകാശം പോലെ ശരീരമുള്ളത്. വ്യാപകത്വാതി, വ്യാപിച്ചു കിടക്കണം. ദക്ഷിണാമൂർത്തയേ നമഃ. ആ പൊരുളിനെയാണ് നമ്മൾ ദക്ഷിണാമൂർത്തി എന്ന് പറയണത്, സാക്ഷാത് ഗുരു എന്ന് പറയണത്. വേദാന്ത സമ്പ്രദായത്തിലെ ഗുരു ആരാന്ന് ചോദിച്ചാൽ ദക്ഷിണാമൂർത്തി എന്ന് വെച്ചാൽ ജ്ഞാനമേ സ്വരൂപമാണ്. രമണ ഭഗവാന്റെ അടുത്ത് മുരുകനാർ സ്വാമി പറയാണ്, നോക്കൂ, ദക്ഷിണാമൂർത്തി ഒരു വടിവം എടുത്ത് വന്നതാണ് ഈ രമണ മഹർഷി എന്നൊക്കെ പറയണത്. നമുക്കുള്ള ഗുരു പരമ്പര മുഴുവൻ ആ ദക്ഷിണാമൂർത്തി തന്നെയാണ്, ആ തത്വം തന്നെയാണ്. നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ രൂപത്തിനെ വെച്ച് കമ്പയർ ചെയ്യണം. ഏതോ മൗനത്തിലിരിക്കുന്നതാണ് ദക്ഷിണാമൂർത്തി എന്ന് ഒരു ചില വാദങ്ങളുണ്ട്. പക്ഷേ അത് മൗനമൊന്നുമല്ല, അബ്സല്യൂട്ട് കമ്മ്യൂണിക്കേഷൻ. ആ ദക്ഷിണാമൂർത്തി കൂടെയും എത്രയോ വർഷക്കാലം മൗനം വിട്ട് ഉപദേശം ചെയ്തു എന്നാണ് പറയണത്. മുരുകനാർ സ്വാമി രമണ മഹർഷിയുടെ ചോദിക്കുകയാണ്, ഭഗവാനെ,
ദക്ഷിണാമൂർത്തി 1 വർഷക്കാലം ശിഷ്യന്മാർക്ക് ഉപദേശം ചെയ്തു, അവർക്കൊന്നും മനസ്സിലായില്ല, പിന്നെയാണ് മൗനത്തിലിരുന്നത് എന്ന് പറയുന്നുണ്ട്. അത് ശരിയാണോ എന്ന് ചോദിച്ചു. അപ്പൊ ഭഗവാൻ പറഞ്ഞു, അത് അപ്പിടിതാ പോയി നടന്നത്. ഇത്രേ പറഞ്ഞോളൂ, അത് അപ്പിടിതാ പോയി നടന്നത്, അതങ്ങനെ തന്നെയാണ് നടന്നത്. അപ്പോൾ മുരുകനാർ സ്വാമി തൻ്റെ ശിഷ്യൻ പറയാണ്, അമ്മ அந்த ദക്ഷിണാമൂർത്തിയാലെ தான் இப்படி சொல்ல முடியும் എന്ന് പറഞ്ഞാൽ ആ ദക്ഷിണാമൂർത്തിയെ കൊണ്ടേ ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ മഹർഷി ദക്ഷിണാമൂർത്തി രൂപം തന്നെയാണ്. ആ മഹർഷിയെ നമ്മളൊക്കെ കാണുന്നത് ആരിലൂടെയാണ്? ആരുടെ ഹൃദയത്തിലൂടെയാണെന്ന് വെച്ചാൽ രമണചരണ തീർത്ഥസ്വാമിയുടെ ഹൃദയത്തിലൂടെയാണ്. പലരും, ഭൂരിഭാഗം ആൾക്കാരും, ഞാൻ ഉൾപ്പെടെ ഉള്ളവരെല്ലാം. ആ മഹർഷി നമ്മളുടെ അടുത്ത് സംസാരിച്ചിട്ടില്ല, ആ മഹർഷിയെ നമ്മൾ കണ്ടിട്ടില്ല, ആ വോയിസ് കേട്ടിട്ടില്ല. പക്ഷേ ആ മഹർഷി ഹൃദയത്തിലിരുന്ന്, രമണചരണ തീർത്ഥ സ്വാമികളുടെ ഹൃദയത്തിലിരുന്ന് നമ്മൾക്ക് പ്രഭാഷണം നടത്തണു, നമുക്ക് ഉപദേശിക്കണു, നമ്മളെ വഴികാട്ടണു, നമുക്ക് ദേശികനായി നിൽക്കണു. അതുകൊണ്ട് ആദ്യത്തെ നമസ്കാരം ആ പാദങ്ങളിൽ തന്നെ നമസ്കരിക്കണം. ആ ഹൃദയത്തിൽ പ്രവേശിച്ചിരിക്കണു. യോ അന്തഃപ്രവിശ്യ മമവാചമിമാം പ്രസുക്താം. അവിടെ നിന്ന് എന്ത് കേട്ടോ അത് തന്നെയാണ് നമ്മളും പറയണത്. അവിടെ നിന്ന് കിട്ടണതെല്ലാം ഇതാണ് പരമ്പര എന്ന് പറയണത്. ഇല്ലാതെ ഇതെവിടുന്നോ പൊട്ടിമുളച്ചതല്ല, ഇതൊരു പരമ്പര, ഒരു വാഴയടി വാഴ പോലെ ഈ പരമ്പര നിലനിന്നുകൊണ്ടേയിരിക്കും, ഈ സംസ്കാരം നിലനിന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ ഈശ്വരൻ വേറെയല്ല, ഗുരു വേറെയല്ല എന്നുള്ളൊരു ഭാവം വരുമ്പോഴാണ് ഈശ്വരനും ഗുരുവും ഒക്കെ നമ്മുടെ ഹൃദയത്തിൽ പ്രകാശിക്കുന്നത്. അഥവാ ഹൃദയത്തിൽ പ്രകാശിച്ചു കഴിഞ്ഞാൽ ഈശ്വരനില്ല, ശിഷ്യനില്ല, ശിക്ഷയില്ല, ശാസ്ത്രമില്ല, ശാസ്താവില്ല. അല്ലേ? ന ശാസ്ത്രം ന ശാസ്ത ന ശിഷ്യോ ന ശിക്ഷാഹ. അല്ലേ? ആചാര്യസ്വാമികൾ പറഞ്ഞു, തൻ്റെ ഗുരുവിൻ്റെ മുമ്പിൽ നിന്ന് പറഞ്ഞു, ഞാൻ ഗുരുവല്ല, ഞാൻ ശിഷ്യനല്ല, ഞാൻ ശാസ്ത്രമല്ല, ഞാൻ എന്തെങ്കിലും പഠിപ്പിക്കണ ശാസ്താവല്ല, ടീച്ചറല്ല, ഞാൻ കേവല ശിവസ്വരൂപം, ശിവക്കേവലോഹം എന്ന് വെച്ചാൽ ഗുരു വേറെയല്ല, ശിഷ്യൻ വേറെയല്ല എന്നുള്ളൊരു ഭാവം ഹൃദയത്തിൽ പ്രകാശിച്ചാൽ ആ പദത്തിനെയാണ് നമ്മൾ ശിവപദം എന്ന് പറയണത്. പരമമംഗളമായ പദം. ആ പരമമംഗളമായ പദത്തിനെ ആര് നൽകണോ അവനാണ് ഗുരു അഥവാ ദേശികൻ. അത് ശിവനെ കൊണ്ടേ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. മാണിക്യവാചകർ സ്വാമിയുടെ ഒരു കൃതി, ശിവപുരാണം എന്ന കൃതിയിൽ, അവൻ അരുളാലേ അവൻ താൾ വണങ്ങി. അദ്ഭുതമായ ഒരു കൃതി, അദ്ഭുതമായ ഒരു വരി കൂടെയും അത് അണ്ടർലൈൻ ചെയ്ത് നമ്മൾ സാധകരൊക്കെ വെക്കണം. നമ്മൾ എന്തോ അർച്ചന ചെയ്യുന്നു, അല്ലെങ്കിൽ ഗുരുഭക്തി ചെയ്യണോ, അല്ലെങ്കിൽ നമ്മൾ ഇന്ന ഗുരുവിൻ്റെ ശിഷ്യനാണെന്നുള്ളൊരു ഭാവമൊക്കെ നമുക്ക് വരണുണ്ടല്ലോ. ഇതൊന്നും നമ്മളായിട്ട് മാനിഫെസ്റ്റ് ചെയ്തതോ നമ്മളായിട്ട് ഉണ്ടാക്കിയതോ ഒന്നും അല്ല. അത് ഗുരുവിൻ്റെ ഗ്രേസ് ആണ്. അതെങ്ങനെ ഉണ്ടാവണമെന്ന് പറഞ്ഞാൽ, ആ ഗുരുഭക്തി എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റണമെന്ന് പറഞ്ഞാൽ ഗുരുവിൻ്റെ അനുഗ്രഹത്താലെ, അവൻ അരുളാലെ അവൻ താൾ വണങ്ക. അവൻ്റെ കാല്, അവൻ്റെ പാദ നമസ്കാരം ചെയ്യണമെങ്കിൽ കൂടെയും ആ സാക്ഷാത് ദക്ഷിണാമൂർത്തിയുടെ അനുഗ്രഹമില്ലാതെ പറ്റില്ല. ലളിതാ സഹസ്രനാമത്തിൽ നമുക്കറിയാമെന്നുള്ളൊരു നാമം അല്ലേ, 4 നാമങ്ങൾ ദേവി പറഞ്ഞു. സൃഷ്ടികർत्री ബ്രഹ്മരൂപ, ഗോപ്ത്രി ഗോവിന്ദരൂപിണി, സംഹാരിണി രുദ്രരൂപ, തിരോധാനകരി ഈശ്വരി. ഈ 4 നാമങ്ങളും ദേവിയുടെ അതോറിറ്റിയാണ്. പക്ഷേ നമുക്ക് സദ്ഗുരുവിനെ തരണമെങ്കിൽ, നമുക്ക് അനുഗ്രഹം തരണമെങ്കിൽ അവിടെ സദാശിവ അനുഗ്രഹത, ആ സദാശിവ തത്വം വരണം. സദാശിവ തത്വം, സർവമംഗളമായ തത്വം ദക്ഷിണാമൂർത്തിയാണ്. ആ ഒരു തത്വമാണ് ഉള്ളിൽ ഹൃദയത്തിൽ പ്രകാശിക്കണത്. ആചാര്യസ്വാമികൾ പോലും പറയണത്, എൻ്റെ സ്വരൂപം ശിവക്കേവലോഹം, ഞാൻ പരമമംഗളമായ ഒരു സ്വരൂപമാണ്. അത് നമുക്കറിയില്ല അല്ലേ? നമ്മൾ അത് തന്നെയാണ്, ജനിച്ച തൊട്ട് ഇതുവരയ്ക്കും അത് തന്നെയാണ്, ഇനി മരിച്ചു കഴിഞ്ഞാലും അത് തന്നെയാണ്, ജനിക്കുന്നതിന് മുമ്പും നമ്മൾ ആ ശിവപദം തന്നെയാണ്. പക്ഷെ വി ആർ നോട്ട് റെക്കഗ്നൈസിങ് ദാറ്റ്. ആ റെക്കഗ്നിഷൻ നമുക്ക് തരണതാരാ? വെളിയിൽ ഒരു മൂർത്തി രൂപത്തിൽ, ഒരു ഫോമിൽ, ഒരു മനുഷ്യരൂപത്തിൽ ഗുരു അപ്പിയർ ആവുന്നു. അത് ചിലപ്പോൾ ഫ്രണ്ടിൽ കാണണമെന്നും പോലും ഇല്ല, ആ തത്വം നമ്മുടെ ഉള്ളിൽ ചിലപ്പോൾ പ്രവേശിക്കും.
ഇപ്പൊ രമണചരണ തീർത്ഥ സ്വാമിജി രമണ മഹർഷിയൊന്നും കണ്ടിട്ടില്ല, പക്ഷേ കണ്ടതിനേക്കാളും ക്ലാരിറ്റി ആയിട്ട് നമുക്കൊക്കെ പറഞ്ഞു തരുന്നു. എങ്ങനെ പറഞ്ഞു തരുന്നു എന്ന് വെച്ചാൽ ഹൃദയത്തിൽ ആ തത്വം കയറിയിരിക്കുന്നു, ദക്ഷിണാമൂർത്തി തത്വം ഉള്ളിൽ കയറിയിരിക്കുന്നു. ഗുരു എന്ന് പറയുന്നത് ഒരു തത്വമാണ്. എന്താ തത്വം എന്ന് പറഞ്ഞാൽ അർത്ഥം? തത് ത്വം. തത് എന്ന് പറഞ്ഞാൽ ദാറ്റ്. ആരാ? ആ പരമേശ്വരൻ, ആ പരമമായ ആ പൊരുൾ, അല്ലെങ്കിൽ ഈശ്വരൻ. തത് പദത്തിന് ഈശ്വരൻ തന്നെ അർത്ഥം. ആരാ ഈശ്വരൻ എന്ന് ചോദിച്ചാൽ നമ്മൾക്ക് പലർക്കും പല ഉത്തരമാണ്. വാസ്തവത്തിൽ വി ആർ ഓൾ കൺഫ്യൂസ്ഡ് വിത്ത് ഈശ്വരൻ. ത്വം എന്ന പദവും നമ്മൾ ആലോചിച്ച് നോക്കൂ. നീ ആര്, അല്ലെങ്കിൽ ഒരാൾ ചോദിക്കുകയാണ് നീ ആര് എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നല്ല ക്ലാസ്സിലൊക്കെ പോയിട്ട് നമ്മൾ പറയും ആത്മാ എന്ന് പറയും, ബ്രഹ്മം എന്ന് പറയും, അല്ലേ? കുറച്ചൊക്കെ ക്ലാസ്സിലൊക്കെ പോയവർക്കൊക്കെ പറയാം, സത്സംഗത്തിലൊക്കെ ഇരിക്കണവർക്ക് ഒരു സ്പോണ്ടേനിയസ്ലി പറയാം. പക്ഷേ താൻ ആര് എന്ന് തനിക്ക് വ്യക്തമല്ല. താൻ ശരീരം എന്ന് പറയോ, അല്ലെങ്കിൽ ശരീരത്തിനകത്ത് ഏതെങ്കിലും പ്രവർത്തിക്കുന്നതായിട്ടുള്ള അവയവം എന്ന് പറയോ, അതോ അതിനും കാരണമായ ഒരു പൊരുളായിട്ടിരിക്കുന്നതായിട്ട് പറയോ, നമുക്ക് വ്യക്തമല്ല. നീ ആരെന്നും അറിയില്ല, ഈശ്വരൻ ആരെന്നും അറിയില്ല. പക്ഷേ ഒന്ന് നമുക്കറിയാം, അസി, ഇരിപ്പ്, അല്ലേ? താൻ ഉണ്ട് എന്നറിയാം. ആ ഉണ്ട് എന്നുള്ളത് അത് എല്ലാവർക്കും വ്യക്തമാണ്. അത് ഡോക്ടറേറ്റ് പഠിക്കണം എന്നില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫിസീഷ്യൻ ആവണം എന്നില്ല, അല്ലെങ്കിൽ ഒരു ഗുരു ആവണം എന്നില്ല, ശാസ്ത്രം പഠിക്കണമെന്നില്ല. ഒരു അറിവും ഇല്ലാത്തവന് ഞാൻ ഉണ്ട് എന്ന് ഒരു തെളിഞ്ഞ അറിവുണ്ട്. ആ ബോധം, ആ സംവിത്ത്, അതാണ് ഇരുപ്പ് എന്ന് പറയണത്. ഇരുപ്പ്, നമ്മുടെ ഇരുപ്പ് നില. ആ ഇരുപ്പ് നില ആരറിയണോ? അവൻ തത്പദത്തിനെയും അറിഞ്ഞിരിക്കണു, അവൻ ത്വം പദത്തിനെയും അറിഞ്ഞിരിക്കണു. അവനാണ് അസിപദത്തിൽ ഉരുവാനവൻ എന്ന് രമണ മഹർഷിയെ പാടി. രമണ മഹർഷിയെ വാഴ്ത്തി പാടിയിരിക്കണം അസിപദത്തിന് ഉരുവാനവൻ എന്ന് വെച്ചാൽ ഇരുപ്പ് സ്വരൂപം. ഭഗവാന്റെ ഉപദേശം എന്താ? ഇര്, ചുമ്മാ ഇര്, അല്ലേ? പലർക്കും ഉപദേശം അതാണ്. ഒരു വെസ്റ്റേണർ വന്നു, അദ്ദേഹത്തിന് ഇംഗ്ലീഷ് അല്ലാതെ വേറൊന്നും അറിയില്ല. ഏതോ രണ്ടുപേര് തമ്മിൽ എന്തോ തർക്കം. ഭഗവാൻ ഈ വെസ്റ്റേണറിന്റെ മുഖത്ത് നോക്കിയിട്ട് ചുമ്മാ ഇരുപോയി എന്ന് പറഞ്ഞു. ഇവർക്കാണ് കൊടുത്തത്, പറഞ്ഞത്. ഇയാൾ തൊട്ടടുത്തിരുന്ന ആളെടുത്ത് ചോദിക്കാണ് വാട്ട് ഹീ സേയിങ് ചോദിച്ചു. എന്താ ഇദ്ദേഹം പറഞ്ഞത് ചോദിച്ചോ? പറഞ്ഞു ഹി സെഡ് ടു കീപ് ക്വയറ്റ്. കഴിഞ്ഞു കഥ. ഹി സെഡ് ടു കീപ് ക്വയറ്റ്, ചുമ്മാ ഇരിക്കാൻ പറഞ്ഞു. ഇര്, അല്ലേ? നമുക്കത് പറ്റും. നമ്മുടെ ഇരിപ്പുണ്ടല്ലോ, ആ അനുഭവമായിട്ട് ഇരിക്കലുണ്ടല്ലോ, ആ അനുഭവമേ ശിവം. അതാണ് തത്വം, ഗുരു തത്വം എന്ന് പറയണത്. ആ തത്വം ഉള്ളിൽ പ്രവേശിച്ചാൽ ആ അനുഭവമായിട്ട് തന്നെ നമ്മളിരിക്കും. ആ അനുഭവത്തിനെ അനുസന്ധാനം ചെയ്യണതിനെയാണ് ഗുരുഭക്തി എന്ന് നമ്മൾ പറയണത്. വേറെ വെളിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണതോ എക്സ്റ്റേണലി ചെയ്യണതൊക്കെ അവിടേക്കാണ്, അല്ലേ? ഉള്ളിൽ നമ്മൾ ഗുരുഭക്തി ചെയ്താൽ എക്സ്റ്റേണലി സറണ്ടറൻസ് വിൽ ഹാപ്പൻ. ആദ്യം ഗുരുവിനെ ഹൃദയത്തിൽ വരണം നമുക്ക്, അല്ലേ? ഇല്ലാതെ പറ്റുമോ നമുക്ക്? എൻ്റെ മകൻ എന്ന് ഞാൻ ഉറപ്പിക്കാതെ എൻ്റെ മകനോട് എനിക്ക് പ്രിയമൊന്നും വരത്തില്ല. ഇതെൻ്റെ മകനാണെന്ന് ഞാൻ കരുതണോ? അതേതോ ഡോക്ടർ കാണിച്ചു തരാണ് ഇത് നിങ്ങളുടെ മകൻ. തെറ്റിക്കൊണ്ട് കാണിച്ചാലും ആ തെറ്റി വന്ന് നമ്മൾ വിചാരിച്ച് ഉറപ്പിച്ച് വച്ചിരിക്കുന്ന മകനോട് നമ്മൾ സ്നേഹം കാണിക്കും, ഇല്ലേ? അതുപോലെ ഫസ്റ്റ് വി ഹാവ് ടു റെക്കഗ്നൈസ് അവർ ഗുരു. ആ ഗുരു ഹൃദയത്തിൽ വരണം. ആ ഹൃദയത്തിൽ നമ്മൾ ഒരു അൻപ്, ഒരു പ്രിയം അത് ചെയ്യണതാണ് വെളിയിൽ എക്സ്റ്റേണലി ഗുരുഭക്തിയായിട്ട് വരണത്. ഇല്ലാതെ നമുക്ക് വെളിയിൽ പോയി ഒരു നമസ്കാരം ചെയ്യാം, ഗുരു എന്ന് പറയാം, ഫേമസ് ആയിട്ടുള്ള ഗുരുവിനെ പോയിട്ട് നമ്മൾ ഗുരു എന്ന് പറയാം. അതൊന്നും വാസ്തവത്തിൽ ഗുരുഭക്തിയല്ല. ഗുരുഭക്തി എന്ന് പറയുന്നത് തൻ്റെ സ്വരൂപത്തെ അറിയണത്. അപ്പോൾ ആ സ്വരൂപം എന്താന്ന് വെച്ചാൽ ശിവപദം. ആ ശിവപദത്തെയാണ് ഗുരു തരണത്. അതാണ് പരമലാഭം ഗുരുവിൽ നിന്ന് കിട്ടേണ്ടത്. ശിവപദപ്രദം. അടുത്ത വേഴ്സ് പറയണത് ശിവപദപ്രദം. ആ ശിവപദത്തെ കൊടുക്കണു. കാമദാഹകം. കാമം എന്ന് പറഞ്ഞാൽ ആഗ്രഹം എന്നർത്ഥം. എല്ലാവർക്കും ഈ കാമം
എന്നുള്ള ഒരു ശത്രു ഉള്ളിൽ തന്നെ ഇരിക്കണം, ഒരു കള്ളൻ എന്നാണ് ആചാര്യസ്വാമി പറഞ്ഞിരിക്കുന്നത്. കാമ ക്രോധശ്ച ലോഭശ്ച ദേഹേ തിഷ്ഠന്തി തസ്കരാഹ. ഈ കാമം, ക്രോധം, ലോഭം, മാത്സര്യം, മതം ഇതെല്ലാം നമ്മുടെ ദേഹത്തിന്റെ ഉള്ളിൽ തന്നെ ഒളിഞ്ഞിരിക്കുകയാണ്. ആരാ അവരെന്ന് പറഞ്ഞാൽ കള്ളന്മാർ. അവര് തസ്കരന്മാരാണ്. ദേഹേ തിഷ്ഠന്തി തസ്കരാഹ. ആ തസ്കരൻ എന്ത് ചെയ്യണു? ജ്ഞാനരത്ന അപഹാരാർത്ഥം. ജ്ഞാനരത്നത്തിനെ അപഹരിക്കാൻ വേണ്ടിയിട്ടായിരിക്കണത്. ജ്ഞാനരത്നം എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ ആ ശിവപദം. ആ ശിവപദത്തിനെ മറയ്ക്കണം, കൊണ്ടുപോയി ഒളിച്ചു വയ്ക്കണം, നമ്മളറിയാതെ ഒളിച്ചു വയ്ക്കണം. എന്നിട്ട് ഇവര് പ്രൊജക്ട് ചെയ്ത് നിൽക്കണം ഈ കാമം, അല്ലേ? കാമദാഹകം. അവിടെ കാമ ക്രോധം ഒന്നുമില്ലാതിരിക്കണം. യതിവരപ്രഭോ നതിരിയം തവ. ഇവിടെ ഗുരുവിനെ വിശേഷണം ചെയ്തിരിക്കുന്നത് യതിവരപ്രഭോ. യതിവരൻ. യതിവരൻ എന്ന് പറഞ്ഞാൽ യതി എന്ന വാക്കിന് ഒന്നും തൻ്റെ പക്കൽ വച്ചിരിക്കാത്തവൻ എന്നർത്ഥം. ഒന്നിനും താൻ തൻ്റേത് എന്നൊരു ഭാവം വച്ചിട്ടില്ല. ജനകൻ പറയണത് പോലെ പ്രദീപ്തായാം മിഥിലായാം നമേ കിഞ്ചിത് ന പ്രദഹ്യത്തെ. ഈ മിഥിലാപുരി, ഈ സ്വർണ്ണ കൊട്ടാരങ്ങൾ മുഴുവൻ അങ്ങോട്ട് കത്തി നശിച്ചാലും ഇതൊന്നും എൻ്റേതല്ല, എനിക്ക് ബാധിക്കണില്ല, എനിക്ക് ഒരു കുറവും സംഭവിക്കണില്ല എന്ന് വെച്ചാൽ ഞാൻ എൻ്റേത് എന്നുള്ളൊരു മമത ഇല്ലാതിരിക്കല് യതിവരന്മാർക്കെല്ലാം ഉള്ള ഒരു ക്വാളിറ്റി. അല്ലെങ്കിൽ അവരെ നമുക്ക് മനസ്സിലാവണത് എങ്ങനെയാന്ന് വെച്ചാൽ ഒന്നിനോടും അവർക്ക് പറ്റില്ല, ഒന്നിനോടും അവർക്കൊരു ഈടുപാടില്ല, ഒരു അറ്റാച്ച്മെൻ്റ് ഇല്ല. രമണ മഹർഷിയുടെ ജയന്തിക്ക് ഒരു ഭക്തൻ ഒരു വാക്കിംഗ് സ്റ്റിക്ക്, ഭഗവാന്റെ കയ്യിൽ വാക്കിംഗ് സ്റ്റിക്ക് വെച്ചിരിക്കും ഭഗവാൻ. അത് ചിലപ്പോൾ നടക്കാൻ പറ്റാതിരുന്ന സമയത്തും പറ്റണ സമയത്തും ഭഗവാൻ ഒരു വാക്കിംഗ് സ്റ്റിക്ക് കയ്യിൽ വെച്ചിരിക്കും, അത്ര ഒരു ദണ്ഡം. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തു? മഹർഷിക്ക് ഒരു വാക്കിംഗ് സ്റ്റിക്ക് പണിഞ്ഞു കൊടുത്തു. എങ്ങനെ പണിഞ്ഞു കൊടുത്തു? നല്ല ചന്ദനത്തിൻ്റെ തടിയിൽ. അപ്പം മഹർഷിക്ക് കൊടുത്തു, ഭഗവാനെ ഇതെൻ്റെ ഒരു പ്രസൻറ്റേഷനാണ്, ഭഗവാൻ വാങ്ങണം. ഭഗവാൻ ഇതിനെ വാങ്ങിച്ചിട്ട് നല്ലവണ്ണം അങ്ങോട്ട് മണത്ത് നോക്കിയിട്ട് പറഞ്ഞു, എല്ലാവർക്കും പോയി നീയെ വെച്ചിക്കോ, നന്നായിട്ടുണ്ട്, നീ തന്നെ വെച്ചോ എന്ന് പറഞ്ഞു അത്രേ. അപ്പം ഭഗവാനെ ഇത് ഭഗവാന് വേണ്ടി കൊണ്ടുവന്നതാണ്, ഭഗവാന് ഞാൻ തന്നതാണ്. അപ്പോൾ ഭഗവാൻ പറയും, இந்த பரத்தியார் ஆசைப்படுற எதுவும் என் பக்கத்தில் நான் வச்சுக்காது. പരത്തിയാർ ആശപ്പെടുற എതും, ആരും ഒരു കൗബീനമോ അല്ലെങ്കിൽ ഒരു കമണ്ഡലമോ അല്ലെ ഒരു മുഷിഞ്ഞ വസ്ത്രമോ ആരും ഒന്നും ആഗ്രഹിക്കുകയില്ല. എല്ലാവരും ആഗ്രഹിക്കുന്നത് എന്താ? ഒരു നല്ല ചെയർ, നല്ല വീട്, നല്ല കാറ്, നല്ല ആശ്രമം, ഇതൊക്കെ ആഗ്രഹിക്കും. പക്ഷേ ആരും ഒരു കൗബീനമാത്രധാരിയായിട്ടുള്ളൊരു യതിവരനെ ആഗ്രഹിക്കുമോ? ഇല്ല, അല്ലേ? അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞു, പരത്തിയാർ ആശപ്പെടുற എതുവും ഞാൻ പക്കത്തിൽ വെച്ചിക്കാതെ. ഇത് കണ്ട ആ ആളുകൾക്ക് ഒരു ആശ വരും, ആ ഭഗവാന്റെ കയ്യിലിരിക്കണല്ലോ, എനിക്കും ഇതുപോലത്തെ ഒരു സ്റ്റിക്ക് വേണം തോന്നും അത്ര. ഇതെന്താ? ഉപദേശമാണ്. യതിവരപ്രഭു, അതിനൊരു ഉദാഹരണം, ഒരു എക്സാമ്പിൾ ആണത്. യതിവരന്മാരെല്ലാം അങ്ങനെയാണ് ഇരിക്കുന്നത്, ഒന്നിനോടും ഒരു അറ്റാച്ച്മെന്റ് ഇല്ലാതിരിക്കണം. അവര് ഒരേ ഒരു പൊരുളിന് മാത്രം അറ്റാച്ച്ഡ് ആയിരിക്കണം, ഈശ്വരനിലോട്, സത്വസ്തുവിലോട്. പട്ടണത്താർ പാട്ടിലെ ഒരു പ്രസക്തമായ, നമുക്കൊക്കെ ഉപാസനയ്ക്ക് വയ്ക്കാൻ പറ്റിയ ഒരു പാട്ട്, നാട്ടം என்றே இரு சத்குரு பாதத்தை நம்பு, பொம்மலாட்டம் என்றே இரு பொல்லா உடலை அடர்ந்த சந்தை கூட்டம் என்றே இரு. നാട്ടം என்றே இரு. നാട്ടം എന്ന് പറഞ്ഞാൽ പരമമായ ഈശ്വരനോട് ഒരു അറ്റാച്ച്മെന്റ്. ലോകവിഷയങ്ങളിൽ നിന്ന് നമ്മൾ അറ്റാച്ച്മെന്റിനെ എടുത്ത് പരമമായ ഒരു സദ്വസ്തുവിലേക്ക്, സ്വസ്വരൂപ അനുസന്ധാനം, ആ സ്വരൂപത്തിലേക്കുള്ള ഒരു അറ്റാച്ച്മെന്റ്, സത്സംഗം, സത്തിലോട്ടുള്ള ഒരു സംഘം. നാട്ടം എൻട്രേ ഇര്. ഇര് എന്ന് പറഞ്ഞാൽ യു ഹാവ് ടു ബി ഓൾവേസ് ഇൻ ദാറ്റ് സ്റ്റേറ്റ് ഇൻ സത്സംഗ. സത്സംഗത്തിൽ ഓൾവേസ് ഇരിക്കുക. സദ്ഗുരു പാദത്തെ നമ്പ്. ഇത് നമുക്കില്ലാത്തതാണ് വിശ്വാസം. സദ്ഗുരു ഒക്കെ പറയും, എല്ലാവരും പറയും, ഭഗവാനെ എല്ലാം പറയണതൊക്കെ മനസ്സിലാവണുണ്ട്, പക്ഷേ ഈ പക്ഷേ എന്ന് പറയണുണ്ടല്ലോ, ഇതാണ് വിശ്വാസക്കുറവ്, ഉദാസീനത.
പക്ഷേ വേണ്ട, പറയണു, വിശ്വസിക്കണു. ഗുരു ഇവിടെ സൂര്യനെ കാണിച്ചത് ചന്ദ്രനാണെന്ന് കാണിച്ചാൽ കൂടെയും വി ഹാവ് ടു റെക്കഗ്നൈസ് ഇറ്റ് ആസ് മൂൺ. അത് ചന്ദ്രനാണെന്ന് നമ്മൾ കരുതണം. നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ഈ പൊട്ടബുദ്ധി കൊണ്ട്, നമ്മൾ ലോജിക്ക് കൊണ്ട് എന്തൊക്കെയോ നോക്കും അല്ലേ? എവിടെ പോവും? ഈ ലോജിക്കൊക്കെ ഒരു കാലയളവ് വരെയൊക്കെ ഇതൊക്കെ പ്രസക്തമാവുള്ളൂ. അതിനപ്പുറത്ത് നമുക്ക് ലോജിക്കൊന്നും കാണാനേ പറ്റില്ല. ഇപ്പൊ ചിലർ പറയും, ഇപ്പൊ വേദം തന്നെ പറയും അങ്കുഷ്ടമാത്ര പുരുഷ. ഈ അങ്കുഷ്ട വിരലിന് ചില വൈദ്യ കൽപ്പനകളും ഉണ്ട്. നമ്മുടെ സ്വാമി പറഞ്ഞു കേട്ടതാണ്. ചില വൈദ്യ സമ്പ്രദായത്തില് ചില വൈദ്യം ചെയ്യണത് ഈ അങ്കുഷ്ടനെ, ഈ ഒരു ശിവലിംഗ രൂപത്തിലിരിക്കണ അങ്കുഷ്ടമാത്രമായിട്ടുള്ള ഈ ഒരു തള്ളവിരലിനെ ഇതിൽ രുദ്രം പറഞ്ഞ് അഭിഷേകം ചെയ്യല്. ഇതൊരു മരുന്നാണെന്ന് പറയുന്നു. യാതേ രുദ്ര ശിവ തനു വിശ്വാഹബേഷചി. അതൊരു മരുന്നാണ്, ഇതൊരു വൈദ്യമാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ലോജിക്ക് എന്താണെന്ന് പലരും ചോദിക്കും ഇല്ലേ? നമ്മുടെ ശാസ്ത്രത്തിനെയൊക്കെ ഡിഫീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശാസ്ത്രത്തിനേക്കാളും ഉന്നതി നേടിയ ചില ആൾക്കാരാണ് നമ്മുടെ ലോകത്ത് കാണാൻ പറ്റുന്നത്. അവർ ചോദിക്കും ഇതെന്താന്ന് ചോദിക്കും. അപ്പോൾ നമുക്ക് അതിനെ എന്തൊക്കെ എക്സ്പ്ലെയിൻ ചെയ്താലും ചിലപ്പോൾ ലോജിക് ഒന്നും കാണാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ സ്വാമി പറഞ്ഞ ഒരു അത്യത്ഭുതമായ ഒരു കാര്യമാണ്. നിങ്ങൾ നോക്കൂ, ഇത് ചെറിയ കുട്ടികളുടെ അടുത്ത് പോയി ചോദിച്ചു നോക്കൂ. ചെറിയ കുട്ടികൾക്ക് ചിലപ്പോൾ ഇതിങ്ങനെ ഉള്ളിൽ വായിക്കാത്ത വെച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ ഇതിൻ്റെ ലോജിക്കൊക്കെ പറയണ ആൾക്കാർ ഇതിനൊന്ന് കൈയൊന്ന് വെളിയിലെടുത്ത് നോക്കൂ, ആ കുട്ടികളെ കരച്ചിൽ കാണാം. തിരിച്ച് ഈ കൈ പോയാണ്ടല്ലോ നിൽക്കും കരച്ചിൽ. ശ്രദ്ധിച്ചിട്ടുണ്ടോ അല്ലേ? നമ്മളത് യൂഷ്വലി ചെയ്യണോ അല്ലേ? ശ്രദ്ധിക്കണം. കാരണം വേദം പറയണു ഈ കൈക്ക് പ്രസക്തിയുണ്ട്. ഏകലവ്യൻ അല്ലേ തൻ്റെ ഗുരുവിന് ഗുരുദക്ഷിണ കൊടുത്തത് എന്താണെന്ന് വെച്ചാൽ ഈ വിരളാണ് ചോദിച്ചത്. എന്ന് വെച്ചാൽ ഈ വിരൽ കൊണ്ട് പ്രത്യേകിച്ച് ഒന്നും സ്പെഷ്യലി ഒരു ഉപയോഗമൊന്നുമില്ല. പക്ഷേ ഈ വിരലില്ലാതെ നമുക്ക് ഒരു പ്രവൃത്തിയും ചെയ്യാൻ പറ്റില്ല അത്ര. അതുകൊണ്ട് ലോജിക്ക് നമ്മൾ നോക്കാൻ പാടില്ല. നമ്മൾ പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ലോജിക് വൈസ് ഒക്കെ നോക്കും. അപ്പൊ ഗുരു പറയണതിനെ നമ്പണം. നമ്മൾ സദ്ഗുരു പാദത്തെ നമ്പ്. സദ്ഗുരു പാദം എന്താന്ന് വെച്ചാൽ സദ്ഗുരു പോയ വഴിയെ നമ്മൾ വിശ്വസിക്കണം. ബൊമ്മലാട്ടം എൻറേയിര്. എന്തുകൊണ്ടാണ് ഒരു സത്സംഗത്തിന് പോണത്, ഒരു സദ്ഗുരുവിന്റെ അടുത്ത് പോണതെന്ന് പറഞ്ഞാൽ പരീക്ഷ ലോകാൻ കർമ്മചിതാൻ ബ്രാഹ്മണോ നിർവേദമായാത്. എന്തൊക്കെയോ പരീക്ഷിച്ചു നോക്കി, എന്തൊക്കെയോ അറിഞ്ഞു നോക്കി, ഒന്നും നമുക്ക് തൃപ്തി തന്നില്ല. വിഷമം മാത്രം തന്നുകൊണ്ടിരിക്കണു, ദുഃഖം മാത്രം തന്നുകൊണ്ടിരിക്കണു. ആ ദുഃഖത്തിൽ നിന്ന് നമുക്കൊരു അറുതി വരണമല്ലോ. ആ അറുതിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ സദ്ഗുരുവിൻ്റെ അടുത്ത് പോണത്. ആ സദ്ഗുരു പറയും ഇതൊക്കെ വെറും ഒരു നാടകമാണ്, ഒരു ബൊമ്മലാട്ടം എൻറേ ഇറ്. ഇതൊരു ബൊമ്മലാട്ടമാണ്. എന്ന് വെച്ചാൽ ഈ ബൊമ്മലാട്ടമൊക്കെ പൊക്കെ ഉണ്ടോയെന്നറിയില്ല. ഹിന്ദിയിൽ ഇതിനെ കട്ട്പുത്തലി എന്ന് പറയും. എന്ന് വെച്ചാൽ ഇത് ഇപ്പോഴും അവിടെയൊക്കെ നടക്കുന്നുണ്ട് പല ഗ്രാമപ്രദേശത്തിലൊക്കെ. കട്ട്പുത്തലി ആട്ടം, ബൊമ്മലാട്ടം എന്ന് പറഞ്ഞാൽ പിന്നാലെ ഒരു കയറ് വെച്ചിട്ട് ആരൊക്കെയോ വലിക്കും. ഫ്രണ്ടിൽ ഈ ബൊമ്മ കളിക്കണത് പോലെ തോന്നും അല്ലേ? രാമകൃഷ്ണദേവന്റെ ഒരു ഉദാഹരണം പറയും. കുക്കറിനകത്ത് കിടക്കണ മലക്കറി പോലെ സാമ്പാർ, അതിനകത്ത് കിടന്നിട്ട് ഓരോ വെജിറ്റബിളും ഞാൻ അഹങ്കരിക്കും. ഞാനാണ് നല്ല ഡാൻസർ. നല്ല തീ വരുമ്പോൾ, നല്ല പ്രഷർ വരുമ്പോൾ ഇതകത്ത് കിടന്ന് പടപടപടപടാന്ന് ഡാൻസ് കളിക്കും. ഞാനാണ് നല്ല ഡാൻസർ എന്ന് മുരിങ്ങയ്ക്ക പറയും, ഉരുളക്കിഴങ്ങ് പറയും, വെണ്ടയ്ക്ക പറയും. അവരുടെ ഈഗോ വർക്കൗട്ട് ആവും. അതേ സമയത്ത് ഈ അഗ്നി അങ്ങോട്ട് കെട്ടാൽ എന്ന് പറഞ്ഞ് താഴോട്ട് പോകും അല്ലേ? അപ്പൊ എവിടെ പോയി ഡാൻസ്, എവിടെ പോയി അഹങ്കാരം, ഈഗോ എല്ലാം പോയി ഒരിടത്ത് ലയിച്ചു, ഒരിടത്ത് പോയി നിശ്ചലമായി അല്ലേ? അത് ബൊമ്മൽ ആട്ടം എൻറേ ഇര്. ഈ പ്രകൃതിയിൽ നടക്കണതും ഈ ജീവിതത്തിൽ നടക്കണതും ഒക്കെ വെറും ഒരു ബൊമ്മലാട്ടമാണ്, ജസ്റ്റ് ഒരു നാടകം, വെറും നാടകം അല്ലേ? നടിത്ത് നമ്മൾ അതിൽ അഭിനയിച്ചിപ്പം പെട്ടിരിക്കുക. നമ്മുടെ സ്വരൂപത്തെ നമ്മൾ അറിയാതെ ഇപ്പോഴും നമ്മൾ ആ വേഷത്തെ ഊരി വെക്കാതെ നമ്മൾ ഇതാണ്, ഈ ശരീരമാണെന്ന് പറഞ്ഞ് അഭിനയിച്ചുകൊണ്ട് നടക്കണം അല്ലേ? അപ്പൊ ബൊമ്മലാട്ടം എൻറേയിര് പൊല്ലാ ഉടലൈ അടന്ത ചന്തൈ കൂട്ടം എൻറേയിര്. നീ ശരീരത്തിന് സുഖമായിട്ട് വയ്ക്കാൻ നോക്കണുണ്ടല്ലോ. എങ്ങനെയെങ്കിലൊക്കെ കുറച്ച് നരച്ച മുടി വരുമ്പോൾ ഡൈ അടിക്കണോ,
കുറച്ച് പാട് വരുമ്പോൾ ഫെയർ ആൻഡ് ലവ്ലി തേക്കണം, അല്ലേ? കുറച്ചങ്ങോട്ട് എന്തെങ്കിലുമൊക്കെ കളർ വ്യത്യാസമൊക്കെ വന്ന് എന്തൊക്കെയോ വായിൽ ചായം പൂഷണം ഒക്കെ ചെയ്യണം. ഇതെല്ലാം ചെയ്താലും ഇത് നമുക്ക് വാസ്തവത്തിൽ ശാന്തിയെ തരണില്ല. ഇതിന് അസുഖം വരണു, പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത പല വിഷയങ്ങൾ വരണു. അതുകൊണ്ട് ഗുരു പറഞ്ഞു തരാണ്, അടർന്ന ചന്തയിക്കൂട്ടം എൻറേ ഇര്. ഇതൊരു കൂടി ചന്ത എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ പോയാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞാൽ കേൾക്ക കൂടെ ഇല്ല. കലപ്പല 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 പോലെ ഇതൊരു അടർന്ന ചന്തയിക്കൂട്ടം. ഈ ശരീരം എന്ന് പറയുന്നത് ഒരു ചന്തക്കൂട്ടമാണ്. തമിഴ്നാട്ടിലൊക്കെ പോയാൽ ഈ ചന്തകൾ കാണും, തിങ്കൾ ചന്ത, വ്യാഴച്ചന്ത എന്നൊക്കെ പറഞ്ഞ് വല്ലാത്ത തിരക്കാണ് അവിടെ. അതുപോലെ അടർന്ന ചന്തയിക്കൂട്ടം എൻറേ ഇര്. ഇതിൻ്റെ ഇടയിലൊക്കെ ഉപദേശം എന്താ? ഇര് എന്നാണ് പറയുന്നത്. ഇരുപ്പ്. ഇതൊക്കെ നാടകമാണ്. ഞാൻ എൻ്റെ സ്വരൂപത്തിൽ തന്നെ ഇരുന്നോളൂ, ശിവപദത്തിൽ തന്നെ ഇരുന്നോളൂ. അപ്പോൾ അറ്റാച്ച്മെന്റ് നമ്മൾ സത്വസ്തുവിലേക്ക് തിരിക്കുക. അങ്ങനെ ഇരിക്കണവന് വെളി ഉലകത്തിലെ ഉള്ള വിഷയങ്ങളൊക്കെ പോയി പോകും. അനുസന്ധാനം മാത്രം. അപ്പൊ യതിവരപ്രഭോ എന്ന് പറഞ്ഞാൽ ഒരു ഭിക്ഷുക്കൾക്കൊക്കെ പ്രഭു ഭഗവാനാണ് ഏറ്റവും വലിയ ഭിക്ഷു. ഭഗവാൻ നോക്കൂ, ഒരു ആഭരണം അല്ല ഇട്ടിരിക്കണത്, ഏതോ വഴിയിൽ കിടക്കണ ഒരു പാമ്പിനെ എടുത്തിട്ടിരിക്കണു, പുലിത്തോലിട്ടിരിക്കണു, ആനയുടെ തോലിട്ടിരിക്കണു, അല്ലേ? രുദ്രാക്ഷമാല ഇട്ടിരിക്കണു, ഭസ്മത്തെ പൂശിയിരിക്കണു. അവിടെ നിന്നൊന്നുമില്ല. ഭഗവാൻ ഒരു ഭിക്ഷാപാത്രം വെച്ചിരിക്കുകയാണ്. കപാലിം ഭിക്ഷുമേ ഹൃദയ കപിം അത്യന്ത ചപലം. ആ ഭിക്ഷാപാത്രത്തില് ഭഗവാന് വേണ്ടത് ആഭരണമോ സ്വർണമോ ഒന്നുമേ അല്ല, നിങ്ങളൊക്കെ മനസ്സ്. ഈ മനസ്സിനെ അങ്ങോട്ട് അർപ്പണം ചെയ്യലാണ് ശരണാഗതി. യതിവരപ്രഭോ നതിരിയം തവ. അല്ലയോ യതിവരപ്രഭോ, അങ്ങേ ഞാൻ നമസ്കരിക്കുകയാണ്. എങ്ങനെയാ നമസ്കരിക്കേണ്ടതെന്ന് വെച്ചാൽ മനസ്സിനെ കൊണ്ട് നമസ്കരിക്കാം. ഉള്ളുകൊണ്ട് നമ്മൾ മനസ്സിനെ അങ്ങോട്ട് കൊടുക്കുക. ഈ മനസ്സാണ് ഈ ചിത്തവൃത്തികളൊക്കെ. ഈ ചിത്തവൃത്തി അങ്ങേ മാത്രം ചിന്തിക്കാം, അല്ലേ? അങ്ങേക്ക് കൊടുക്കുക. ഗിഫ്റ്റ് അങ്ങേടക്ക് കൊടുക്കണ ഒരു ഗിഫ്റ്റാണ് ഈ ചിത്തം. എൻ്റെ ഈ മനസ്സിനെ അങ്ങക്ക് തന്നാൽ ഞാൻ ഫ്രീ ആയി. ഐ ആം സറണ്ടേർഡ്. അങ്ങക്ക് ഞാൻ സറണ്ടറായിരിക്കണു. ഇനി എനിക്ക് ഫ്രീ ആണ്. ഇനി അങ്ങയുടെ ഉത്തരവാദിത്തമാണ്, അങ്ങയുടെ തലയിലെഴുത്താണ്. ഭഗവാൻ നമ്മുടെ തലയിലെഴുത്ത് എന്ന് പറയുമല്ലോ, തലയെ കൂടെ മാറ്റാനുള്ള കഴിവുള്ളതാണ് ഭഗവാൻ എന്നാണ് പറയണത്. ശിവാനന്ദ ലഹരിയിൽ ഒരു ശ്ലോകം തന്നെ അങ്ങനെയുണ്ട്. അങ്ങക്ക് തലയിലെഴുത്ത് മാറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല എന്ന് ശങ്കരാചാര്യർ പറഞ്ഞു. അങ്ങ് ബ്രഹ്മാവിൻ്റെ തലയെ ഒരു നുള്ളിയെടുത്ത് മാറ്റിയാണ്. ഈ ലോകത്തിനെ മുഴുവൻ ഉണ്ടാക്കിയ ബ്രഹ്മാവിൻ്റെ തലയെ ഒരു ചെറിയ വിരലിൻ്റെ നഖം കൊണ്ട് ലുലിത്തം എടുത്തങ്ങോട്ട് കളഞ്ഞു അത്രേ. ആ എടുത്തങ്ങോട്ട് കളഞ്ഞ അങ്ങക്ക് നമ്മുടെ തലവര മാറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞാലോ ശരിയാവോ എന്ന് ചോദിച്ചു അത്രേ. അപ്പം അതുകൊണ്ട് അങ്ങയുടെ തലവരെയാണ് ഇനി അങ്ങയുടെ തലവിധി. എന്താന്ന് വെച്ചാൽ നമ്മൾ ശരണാഗതി ചെയ്താൽ പിന്നെ ഭഗവാനാണ് നമ്മളെ കരകയറ്റി കൊണ്ടുപോകേണ്ടത്, അല്ലേ? അപ്പം അങ്ങനെയുള്ള ഗുരുവിന് നമ്മൾ ശരണാഗതി ചെയ്യാം. ഇതാണ് രണ്ടാമത്തെ ശ്ലോകം പറയണത്. ആ ശരണാഗതി നമ്മുടെ ഉള്ളിൽ കാമദാഹകം, വെളിയിലുള്ള ആശയെ ഇല്ലാതാക്കും. വൺ ഹു മേക്സ് യു ഡിസയർലെസ്. ആരാണോ നമ്മുടെ ആശയെ ഇല്ലാതാക്കണത് അവനെയാണ് ഗുരു എന്ന് പറയണത്. ആ ആശ അങ്ങോട്ട് പോകുമ്പോൾ ആശയെ പടപ്പട തുമ്പം താനെ ആശയെ വിടവിട ഇൻപം താനെ. ഉള്ളില് ആ ഇൻപം വരും. അതിന് തന്നിൽ നിന്നും അന്യമായിട്ടൊരു പൊരുളിനെ തൻ പക്കത്തിൽ വയ്ക്കാതിരിക്കുക. ഇതാണ് ശിവപദപ്രദം എന്ന് പറയുന്നത്. ശിവപദത്തിൽ ശിവന്റെ ഒരു സിനോണിം, ഒരു വേറെ പേരെന്താണെന്ന് പറഞ്ഞാൽ പര്യായം വേദം പറയണത് അദ്വൈതം, പ്രപഞ്ച ഉപശമം. പ്രപഞ്ചം മുഴുവൻ അങ്ങോട്ട് പോണം. ഈ പഞ്ചീകരിക്കപ്പെട്ടിരിക്കണ ഈ പ്രകർഷേണ പഞ്ചീകൃതമായിട്ടുള്ള പ്രപഞ്ചം മുഴുവൻ അങ്ങോട്ട് അസ്തമിച്ചാൽ ശിവം വിൽ റിമൈൻ, അല്ലേ? അദ്വൈതം, രണ്ടില്ലാത്തതാണ് ശിവം. എന്ന് വെച്ചാൽ തന്നിൽ നിന്ന് അന്യമായിട്ടൊരു ഡിസയറോ ഒരു ഗുരു കൂടെ ഇല്ല. അവിടെ ശിവപദം, ആ ഗുരു ഉള്ളില് ഗുരുവായിട്ട് നിന്നതും ഈശ്വരനായിട്ട് നിന്നതും ശാസ്ത്രമായിട്ട് നിന്നതും ശാസ്ത്രമായിട്ട് നിന്നതും സർവപ്രപഞ്ചമായിട്ട് നിന്നതും ആയിട്ടുള്ള ആ പൊരുള് തൻ്റെ ഉള്ളിൽ ഹൃദയത്തിൽ സാക്ഷി മാത്രമായിട്ട് നിൽക്കണു.
ഇതിനെയാണ് ശിവപദപ്രദം എന്ന് പറയുന്നത്. ആ ഗുരു ശിവപദത്തെ തരണു, അതോടൊപ്പം തന്നെ നമ്മളെ ഡിസയർലെസ് ആക്കി മാറ്റണു, കാമദാഹകം. ഈ ആശയെ ആശയെ ഇല്ലാതാക്കി, ഈ ആശയൊക്കെ ഉണ്ടല്ലോ ഒരു കുടം കമഴ്ത്തി വയ്ക്കണത് പോലെയാണ് അത്ര. എന്തൊക്കെയോ നമ്മൾ കിട്ടണു എന്ന് വിചാരിക്കും. കുടം വെച്ച കുടത്തിൽ എന്തെങ്കിലും സ്റ്റോർ ആവണ്ടേ? വച്ച കുടം എങ്ങനെ വെക്കണേന്ന് നമുക്കറിയില്ല. നമ്മൾ തിരിച്ചു വച്ചിരിക്കുകയാണ്. ഒരു തുള്ളി, ഒരു ഡ്രോപ്പ് കൂടെയും ഉള്ളിൽ പതിഞ്ഞില്ല. അതിനെയാണ് ഇവിടെ പറയുന്നത്, സുற்றத்தை வாழ்வை குடம் கவிழ் நீர் ஓற்றம் என்று இரு நெஞ்சே ഉനക്ക് ഉപദേശം ഇതുവേ. സ്വയമേവ തനിക്ക് ഉപദേശം എന്താന്ന് വെച്ചാൽ, ഈ ജീവിതം നീ വിചാരിക്കും എല്ലാം നീ സ്റ്റോർ ആക്കണമെന്ന് വിചാരിക്കും, ഒന്നുമേ സ്റ്റോർ ആവണില്ല. ഈ ബന്ധുജനങ്ങളൊക്കെ നിനക്ക് കൂടെ ഉണ്ടാവും എന്ന് വിചാരിക്കണം, ഒന്നുമേ നിനക്ക് ആപത്തിന് ഉപകരിക്കണില്ല. ആപത്തിന് തനിക്ക് ഉപകാരം തൻ്റെ സ്വരൂപമാണ്. ആ സ്വരൂപത്തെ അറിഞ്ഞാൽ നമുക്ക് മരണമില്ലായ്മ ഉണ്ടാവും. അവിദ്യയാ മൃത്യും തീർത്വാ വിദ്യയാ അമൃതമശ്നുതേ. തുടർന്ന് നമുക്ക് അടുത്ത തരംഗം നാളെ കാണാം. അരുണാചല ശിവ, അരുണാചല ശിവ, അരുണാചല ശിവ, അരുണാചല, അരുണാചല ശിവ, അരുണാചല ശിവ, അരുണാചല ശിവ, അരുണാചല.